അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, സഹപാഠികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, മാതാപിതാക്കൾ. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർത്തവകാരി, അതായത് അശുദ്ധിയുള്ള ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അശുദ്ധി ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അശുദ്ധിയുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ളുഅഫിൻ്റെ സമയമാണ്, ബലഹീനതയുടെ സമയമാണ് ഈ അശുദ്ധിയുടെ സമയം എന്ന് പറയുന്നത്. ഈ അശുദ്ധിയുടെ സമയം എന്ന് പറയുന്നത് അതൊരു കഠിനമായ വേദനകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ അശുദ്ധിയുടെ സമയം എന്ന് പറയാറുണ്ട്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാർ, അതേപോലെ നമ്മുടെ ഉമ്മമാർ, അതേപോലെ നമ്മുടെ ഭാര്യ അടക്കമുള്ള ആർത്തവമുണ്ടാകുന്ന സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമായി അനുഭവിക്കാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ വയറ്റുവേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട്, തലവേദന ഉണ്ടാകാറുണ്ട്, നടുവേദന ഉണ്ടാകാറുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് അവർ സഹിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. അപ്പോൾ ആർത്തവം കറക്റ്റായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണമാണ്. ആർത്തവം അതിൻ്റെ മുറ പോലെ ഉണ്ടാവുക എന്ന് പറയുക. അതിൻ്റെ ഡേറ്റിന് തന്നെ ആർത്തവം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ആർത്തവകാരി, നമുക്കറിയാം ഈ ആർത്തവം അശുദ്ധിയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ചില അടുക്കളയിലൊന്നും കയറ്റൂല. അടുക്കളയൊക്കെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റൂല. പാചകം ചെയ്യുന്നത് നിഷിദ്ധമാക്കി, വെള്ളത്തിൽ തൊടുന്നത് നിഷിദ്ധമാക്കി, ഭർത്താവിന് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നത് നിഷിദ്ധമാണ്, പ്രശ്നമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല, പിന്നെ അതേപോലെ അടുക്കളയിൽ കയറാൻ പാടില്ല, ഉമ്മറത്ത് നിൽക്കാൻ പാടില്ല, അതേപോലെ തന്നെ റൂമിൽ കയറാൻ പാടില്ല, ഭർത്താവുമായിട്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് ആർത്തവകാരികൾ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം എന്താണ് ഈ ആർത്തവകാരികളെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മാസത്തിൽ അവർക്കുണ്ടാകുന്ന അശുദ്ധി, ആ അശുദ്ധിയുടെ സമയത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. തലവേദന, വയറുവേദന, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അവർ നേരിടുന്നുണ്ട് എങ്കിൽ അവരുടേതായ ഒരു മാസത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. പെണ്ണുങ്ങൾക്ക് കിട്ടിയ, സ്ത്രീകൾക്ക് കിട്ടിയ, സഹോദരിമാർക്ക് കിട്ടിയ വലിയൊരു ഓഫറാണ്. എന്ത്? ഒരു മാസത്തെ പാപം അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? ഈ ആർത്തവത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് അവരുടെ ഒരു മാസത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആർത്തവമുണ്ടായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കാറുണ്ട്, അല്ലേ? സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ആ ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കാൻ നല്ല സുഖമാണ്. അതൊരു ഭർത്താവിൻ്റെ ഒരു പ്രത്യേക ഒരു ആഗ്രഹവുമാണ്, ഒരു വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം ഒരുപാട് ടെൻഷനുകളിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ഭർത്താവ് ഒരല്പസമയം ഭാര്യയുടെ മടിയിൽ കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മടിയിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചെയ്യുന്ന പരിപാടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ കൂടി ഇങ്ങനെ കൈ ഓടിച്ചിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി ഇങ്ങനെ നല്ല റാഹത്തായിട്ട് ഇങ്ങനെ കിടക്കും. അതൊരു ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ വല്ലാത്തൊരു ആഴമാണത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മടിയിൽ കിടന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തലയിൽ ഇങ്ങനെ തലോടുന്നില്ല.
സാധാരണ വന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്, പക്ഷേ ആ സമയത്ത് തലവിടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ എന്ത് പറ്റി, ഇന്ന് ഞാൻ മടിയിൽ വന്ന് കിടന്നിട്ട് നീ എൻ്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു തരുന്നില്ലല്ലോ, എൻ്റെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നില്ലല്ലോ, എൻ്റെ തലയിൽ തലോടുന്നില്ലല്ലോ, എന്ത് പറ്റിപ്പോയി, നിന്റെ കൈക്ക് എന്താ സുഖമില്ലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എനിക്ക് അശുദ്ധിയാണ്, ആർത്തവമാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ചോദിച്ച മറുപടി എന്തെന്നറിയോ? ആയിഷ, നിന്റെ കയ്യിലാണോ ആർത്തവം ഉള്ളതെന്ന്? നിന്റെ കയ്യിലാണോ അശുദ്ധിയുള്ളത്? എൻ്റെ തലയിലൊന്ന് തൊടാൻ നിന്റെ കയ്യിലാണോ അശുദ്ധിയുള്ളത്? ആ അശുദ്ധി കൊണ്ട് നിനക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടോ കൂടെ കിടക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു വിഷയമില്ല എന്ന് ഹബീബന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതൊന്ന് ആ സമയത്ത് അവർക്കത് ബുദ്ധിമുട്ടാണ്. അത് അല്ലാഹു തആല നിരോധിച്ച കാര്യമാണ്, ഹറാമാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് ലൈംഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് മക്കളുണ്ടാവില്ല, എന്നാൽ ബൈ ചാൻസിനെങ്ങാനും ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുട്ടികൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട കുട്ടികളായി മാറും. അതായത് നമ്മുടെ ശരീരത്തിൽ വൈറ്റ് കളർ, അതായത് വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അതുകൊണ്ട് ആർത്തവ സമയത്ത് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. ആ സമയത്ത് നമ്മൾ അതിലേക്ക് കടക്കാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് മടിയിൽ കിടക്കാം, അവരുമായിട്ട് കൂടെ കിടക്കാം, അതിന് യാത്ര പോകാം. ഉണ്ടോ? വിശുദ്ധമായ ഇസ്ലാം പറയുന്ന ഒരു കുഴപ്പമില്ല, അത് യാത്ര പോകാം, അവരുമായിട്ട് യാത്ര പോകാം. അവർക്ക് ആഹാരങ്ങൾ പാകം ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ആഹാരം പാകം ചെയ്യുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം വിളമ്പി കൊടുക്കുക, വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. വിശുദ്ധമായ ഇസ്ലാം പറയുന്നു അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്നാൽ പല മതങ്ങളിലും ആർത്തവകാരി ഭർത്താവിന് തുള്ളി വെള്ളം കൊണ്ട് കൊടുക്കാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, അടുക്കളയിൽ കയറാൻ പാടില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അശുദ്ധിയാണെങ്കിൽ പോലും അല്ലാഹു തആല ഇതെല്ലാം അനുവദിച്ചു, ഒരു കുഴപ്പമില്ല. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാം, നിന്റെ ഭക്ഷണം ഭർത്താവിന് കൊണ്ട് കൊടുക്കാം, നിങ്ങൾ ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് പാടില്ല? നിസ്കരിക്കാൻ പാടുള്ളതല്ല, നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? ആ സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ഒരു വിശ്രമം വേണ്ടൊരു സമയമാണ് ഈ ആർത്തവം. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ആർത്തവ സമയത്ത് ഒരു സ്ത്രീ അവൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഖളാ വീട്ടുക പോലും വേണ്ട. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത് പിന്നീട് ഖളാ വീട്ടുക പോലും വേണ്ട. ആ നിസ്കാരം ഖളാ വീട്ടൽ പോലും ഹറാമാണ്. നിസ്കരിക്കാൻ ആ ഖളാ വീട്ടണ്ട, നിസ്കാരം ഖളാ വീട്ടണ്ട. അള്ളാഹു കൊടുത്ത വലിയ ഓഫറാണ്. നോമ്പ് പിടിക്കണ്ട, അവരൊരു കാര്യങ്ങളും ചെയ്യണ്ട, അവർ വിശ്രമിക്കുക, നല്ല റാഹത്തിൽ വിശ്രമിക്കാൻ പെണ്ണുങ്ങൾക്ക് അള്ളാഹു ഒരു ചാൻസ് കൊടുത്തു. ആണുങ്ങൾക്ക് അങ്ങൊരു ചാൻസ് ഇല്ല, പുരുഷന്മാർക്ക് അങ്ങൊരു ചാൻസ് ഇല്ല. സ്ത്രീകൾക്ക് അള്ളാഹു തആല അങ്ങനെ ചാൻസ് കൊടുക്കും. കാരണം എന്താ? അവരെ അള്ളാഹു അങ്ങനെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിച്ചു, അവർക്ക് ആർത്തവം ഉണ്ടാകുന്നത്. ഇനി ഈ ലോകത്തേക്ക് മക്കളെ അള്ളാഹു, ഒരു ജനറേഷനെ ഉണ്ടാക്കാൻ അള്ളാഹു കൊടുത്ത വലിയൊരു സംവിധാനമാണ്. അതിനെ ചെറുതായിട്ട് കാണരുത്, അതിനെ അറപ്പായിട്ട് കാണരുത്. അത് ഓരോ പെണ്ണിൻ്റെയും അഭിമാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആർത്തവം എന്ന് പറയുന്നത്, ഹൈള് എന്ന് പറയുന്നത്, അത് ഓരോ പെണ്ണിൻ്റെയും അഭിമാനമാണ്. അവൾ നല്ല ആരോഗ്യവതിയായ, ഇനിയും ജന്മം കൊടുക്കാൻ കഴിവുള്ള ഒരു പെണ്ണിൻ്റെ അടയാളമാണ് ആർത്തവം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ തള്ളിക്കളയേണ്ടത് ആവശ്യമില്ല, അവരെ പുറകോട്ട് തള്ളേണ്ട ആവശ്യമില്ല, വെറുപ്പോടെ കാണേണ്ട ആവശ്യമില്ല. അത് അവരുടെ അംഗീകാരമാണ്, അള്ളാഹു അംഗീകരിച്ച അംഗീകാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആർത്തവകാരി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അവർ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആർത്തവത്തിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ സുബഹിയോടുകൂടി ആർത്തവം കഴിഞ്ഞു എങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയാവുക. ശുദ്ധിയായിട്ട് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. ഇനി ശുദ്ധിയായതിന് ശേഷം നമ്മൾ കുളിച്ചിട്ടില്ല,
ആർത്തവം നിലച്ചു, പൂർണ്ണമായിട്ട് നിലച്ചു, എന്നിട്ടും നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ടില്ല, ളുഹറിൻ്റെ സമയമായി, ആ സമയത്ത് നമ്മൾ ളുഹർ നിസ്കരിക്കാതിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ളുഹർ ഖളാക്കിയതിൻ്റെ ശിക്ഷ നമുക്കുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മുടെ ളുഹറിൻ്റെ സമയത്താണ് ഇനി നമ്മുടെ ആർത്തവം നിൽക്കുന്നത്. ളുഹർ ബാങ്ക് വിളിച്ചു, ളുഹർ ബാങ്ക് വിളിച്ച സമയത്ത് ളുഹറിൻ്റെ സമയമായപ്പോൾ നമ്മുടെ ആർത്തവം നിന്നു എങ്കിൽ നമ്മൾ ചില ആൾക്കാർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നീട് അവർ ളുഹർ നിസ്കരിക്കാറില്ല, അസർ മുതലാണ് നിസ്കരിക്കാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ ആ ളുഹറിൻ്റെ സമയത്ത് നിന്റെ ആർത്തവം പൂർണ്ണമായിട്ടും നിലച്ചെങ്കിൽ ആ ളുഹറിൻ്റെ സമയത്ത് തന്നെ കുളിക്കുകയും കുളിച്ച് ശുദ്ധിയാവുകയും ആ ളുഹർ നിസ്കരിക്കുകയും വേണം. അത് ഫർളാണ്, അത് നിർബന്ധമാണ്. അതല്ലാതെ നിസ്കരിക്കാതെ പോയാൽ ആ ളുഹർ കളയാക്കിയതിന് ശിക്ഷയുമുണ്ട്, അത് കളാ വീട്ടുകയും വേണം. ഈ ഫിഖ്ഹിയ മസ്അല നമ്മൾ ഓർത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.